നിങ്ങളൊരു സംരംഭകനോ അല്ലെങ്കിൽ ഒരു കോർപ്പറേറ്റ് മാനേജറോ ആണെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഈ വീഡിയോ കണ്ടിരിക്കണം. നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ ഏറ്റവും അവിഭാജ്യ ഘടകമായി തീർന്നിരിക്കുകയാണ് ഈ ടെലിഫോൺ കോളുകൾ. നമുക്ക് നിരവധി കോളുകളാണ് എല്ലാ ദിവസവും വരുന്നത്. സർ, ക്രെഡിറ്റ് കാർഡ് കമ്പനിയിൽ നിന്നാണ്, ബാങ്കിൽ നിന്നാണ്, ലോൺ വേണോ, ക്രെഡിറ്റ് കാർഡ് വേണോ, എല്ലാത്തിനോടും നമ്മുടെ പ്രതികരണം വളരെ എളുപ്പമാണ്. എന്താണ്, അപ്പം തന്നെ വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് കട്ട് ചെയ്യുന്ന സ്വഭാവമുള്ളവരാണ്. എന്നാൽ ഇന്ന് ഏറ്റവും ബിസിനസ് നടക്കുന്നത് ഈ ടെലിമാർക്കറ്റിങ്ങിലൂടെയാണ്. അവിടെയാണ് നമ്മൾ നമ്മുടെ ആ എംപ്ലോയീസിനെ, ടെലിമാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ്സിനെ കൃത്യമായി ചില കാര്യങ്ങൾ പഠിപ്പിക്കേണ്ടത്. കാരണം ഇന്ന് എല്ലാവരും തിരക്കിലാണ്. നമ്മളൊരു ഫോൺ വിളിച്ചാൽ എല്ലാവരും ചാടി അത് എടുക്കണമെന്നില്ല. അതിന് ചില ബേസിക് മര്യാദകളുണ്ട്. മിക്കവാറും ഇന്ന് സ്ഥാപനങ്ങളെല്ലാം ലീഡ് ജനറേഷൻ ക്യാമ്പയിൻ റൺ ചെയ്യുന്നവരാണ്. നമുക്ക് ലീഡ് വന്നാൽ പോലും പലപ്പോഴും അങ്ങോട്ട് വിളിക്കുമ്പോഴേക്കും ഇവർ അറിഞ്ഞ ഭാവം ചിലപ്പോൾ നടിക്കില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്കൊന്ന് നോക്കാം ഏത് സാഹചര്യങ്ങളിലാണ്. ഇപ്പോൾ എന്നോട് ചോദിച്ചാൽ ഒരു പരിചയമില്ലാത്ത ആൾ അങ്ങോട്ട് വിളിക്കുന്നതിന് നല്ലതാണ് നമ്മുടെയൊക്കെ സ്ഥാപനത്തിൻ്റെ ഒരു ഉൽപ്പന്നമോ സർവീസിൻ്റെ മികവ് പറഞ്ഞുകൊണ്ട് ഒരു പോസ്റ്റോ വീഡിയോ ഇട്ടുകൊണ്ട് ലീഡ് ജനറേഷൻ ക്യാമ്പയിൻ നടത്തുക എന്നുള്ളതാണ്. പക്ഷേ ഈ ക്യാമ്പയിന് ചില നിയമങ്ങളുണ്ട്. വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു അറ്റൻഷൻ സ്പാൻ എന്ന് പറയുന്നൊരു കൃത്യം 3 മണിക്കൂറിനുള്ളിലെങ്കിലും വിളിച്ചിട്ടുണ്ടാവണം. ശരിയാണ്, ചിലപ്പോൾ സൺഡേ ആണ്, നമ്മുടെ സ്ഥാപനത്തിൽ എംപ്ലോയീസ് ഇല്ലെങ്കിൽ അതൊരു 12 മണിക്കൂർ ആയിക്കോട്ടെ. പക്ഷേ പിറ്റേ ദിവസം വിളിക്കുന്ന സമയത്ത് പലപ്പോഴും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, ഈ വിളിച്ചിട്ട് അവരുടെ വിചാരം ഒറ്റയടിക്ക് ആ പ്രോഡക്റ്റിലോട്ട് കിടക്കുകയാണ്. സർ, എൻ്റെ പേര് ഇതാണ്, സാർ ഒരു എൻക്വയറി അയച്ചിട്ടുണ്ടായിരുന്നു, അതിനെക്കുറിച്ച് 2 മിനിറ്റ് സംസാരിക്കാനാണ്, സാറിന് തിരക്കാണെന്നറിയാൻ ഞാൻ 2 മിനിറ്റ് എടുക്കുകയുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് അതൊക്കെ അദ്ദേഹത്തെ ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ്. സാർ, എന്ത് ബിസിനസ്സാണ് ചെയ്യുന്നത്, എത്ര എംപ്ലോയീസ് ഉണ്ട്, അതൊക്കെ അദ്ദേഹത്തിൻ്റെ അവരെക്കുറിച്ച് അറിയാൻ ഒരു അറ്റൻഷൻ കിട്ടാനായി. സെല്ലിംഗ് ഈസ് നോട്ട് ടെല്ലിംഗ്, ഇറ്റ് ഈസ് ആസ്കിങ് ക്വസ്റ്റ്യൻ. എങ്ങനെ നമ്മൾ കഥ പറയലല്ല, ചില ചോദ്യങ്ങൾ ചോദിക്കലാണ്. അതോടുകൂടി അവരുടെ അറ്റൻഷൻ പിടിച്ചു പറ്റുകയാണ്. അവിടെ നിന്നാണ് പതുക്കെ നമ്മൾ ഇൻട്രസ്റ്റ് ഉണ്ടാക്കണം. നമ്മളെക്കുറിച്ചും നമ്മുടെ ഉൽപ്പന്നത്തെക്കുറിച്ചും സർവീസിനെക്കുറിച്ചും പതുക്കെ അത് കേൾക്കുമ്പോൾ ഡിസയർ ഉണ്ടാവണം അവർക്ക്. ആ ഡിസയറിലൂടെ ഒരു കാര്യം കൂടി ചെയ്യണം, ആക്ഷൻ, ക്ലോസിങ് സെയിൽ. അതായത് ആ സെയിൽ ക്ലോസ് ചെയ്യാനുള്ള എഫേർട്ട് വിടണം. അപ്പോൾ നമുക്ക് ഈ ടെലിമാർക്കറ്റിങ്ങിന് വേണ്ടവർക്ക് ഏറ്റവും വേണ്ട ക്വാളിറ്റിയാണ് ക്ഷമ എന്ന് പറഞ്ഞൊരു സാധനം. നമ്മളിൽ പല ആൾക്കാരും ശ്രദ്ധിച്ചിട്ടുണ്ട്, ബിസിനസ് നടത്തുന്നവർക്ക് ഞാൻ എന്താണ് പറഞ്ഞതെന്ന് മനസ്സിലാവും. ഈ ടെലിമാർക്കറ്റിംഗ് വിളിക്കുന്നവരെല്ലാവരും പറയുന്നൊരു വാക്കാണ്, സാറേ തല്ലിപ്പൊളി ലീഡായിരുന്നു, വിളിച്ചിട്ട് എടുക്കുന്നില്ല, എടുത്താൽ തന്നെ അവർ നല്ല റെസ്പോൺസ് തരുന്നുമില്ല, ലീഡ് ഇഷ്ടംപോലെ വരുന്നുണ്ട്. അപ്പോൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, ഒരാൾ ഫോൺ എടുത്തില്ല എന്നതിനർത്ഥം അയാൾക്ക് നമ്മുടെ ഉൽപ്പന്നമോ സർവീസോ വേണ്ട എന്നുള്ളതല്ല, അയാൾ തിരക്കിലായിരുന്നു എന്നുള്ളതാണ്. വളരെ പൊലൈറ്റായിട്ട് വാട്സപ്പിൽ ഒരു മെസ്സേജ് അയയ്ക്കുക, ഞാൻ ഇന്ന ആളാണ് സർ, സാറിൻ്റെ എൻക്വയറി കണ്ടു, വളരെ സന്തോഷം, എനിക്ക് സഹായിക്കാനാവും, ഫ്രീ ആകുമ്പോൾ തിരിച്ച് വിളിക്കുക, റീഡ് ചെയ്തിട്ടോ നോക്കുക. റീഡ് ചെയ്തിട്ടില്ലെങ്കിൽ ഒരു വൈകിട്ടാവുമ്പോൾ ഒരു മെസ്സേജും കൂടി ഇടുക, നാളെ ഒന്നുകൂടെ വിളിച്ച് നോക്കുക. ഒരു ഉൽപ്പന്നം അയാൾക്ക് വേണ്ടെന്ന് പറയുന്നത് വരെ അയാൾ നമ്മുടെ സസ്പെക്റ്റ് ആണ്. പ്ലീസ് അണ്ടർസ്റ്റാൻഡ്. അത് കൺസിസ്റ്റൻ്റ് ആയിട്ട് ഫോളോ അപ്പ് ചെയ്താൽ മാത്രമേ ആ ലീഡ് കൺവേർട്ട് ആവൂ എന്ന് നമ്മുടെ ആൾക്കാരെ പറഞ്ഞ് പഠിപ്പിക്കേണ്ട സമയമാണത്. അതോടൊപ്പം തന്നെ ഈ ടെലിഫോണിലൂടെ സംസാരിക്കുമ്പോൾ മനസ്സിലാക്കുക അവരേത് സാഹചര്യത്തിലാണ്. ചിലപ്പോൾ ഹോസ്പിറ്റലായിരിക്കാം, അദ്ദേഹം ഒരു ക്യൂവിൽ നിൽക്കുകയായിരിക്കാം, എയർപോർട്ടിൽ ചെക്ക് ഇൻ ചെയ്യാൻ നിൽക്കുകയായിരിക്കും. ആ സമയത്ത് സംസാരിച്ചിട്ട് കാര്യമില്ല. അവരോട് വളരെ പൊളൈറ്റായിട്ട് ഏത് സമയത്താണ് ഞാൻ താങ്കളെ വിളിക്കേണ്ടത്, കൃത്യമായൊരു സമയം ചോദിക്കുക. എപ്പോൾ വിളിക്കണം എന്ന് ചോദിച്ചാൽ അവർ പറയും, ഞാൻ തിരിച്ച് വിളിച്ചോളാം. അതുകൊണ്ട് സർ, വൈകിട്ടൊരു 4-നും 5-നും ഇടയ്ക്ക് ഇന്ന് വിളിച്ചാൽ ഫ്രീ ആണോ, നാളെ 10-നും 11-നും ഇടയ്ക്ക് വിളിച്ചാൽ ഫ്രീ ആണോ, ഇത്തരം ക്ലോസ്ഡ് എൻഡ് ചോദ്യങ്ങളാണ് നമ്മൾ ചോദിക്കേണ്ടത്. അപ്പോൾ ആ ചോദ്യങ്ങളിലൂടെ അവരെ ഒന്ന് ഹെൽപ്പ് ചെയ്ത് നോക്കൂ. സക്സസ് റേറ്റ് വളരെ കുറവാണ്. ലീഡ്സിലൂടെ വരുന്നവരെല്ലാം നമ്മുടെ കസ്റ്റമർ അല്ല, പക്ഷേ അതിലൊരു ശതമാനം ആൾക്കാർ നമ്മുടെ കസ്റ്റമർ ആണെന്ന് തിരിച്ചറിഞ്ഞ് അവരെ ഫോളോ അപ്പ് ചെയ്യാനുള്ള ആ പേഷ്യൻസ്, ക്ഷമ നമ്മുടെ ആൾക്കാർക്കില്ലെങ്കിൽ ഇന്ന് ഒരു സെയിലും ക്ലോസ് ആവില്ല, ഇതിൽ നമുക്ക് ഒളിച്ചോടാനും ആവില്ല. അപ്പോൾ ഇന്ന് നമ്മുടെ ഈ ടെലിമാർക്കറ്റിംഗുകാർക്ക് ഒരു ഓറിയൻറ്റേഷൻ കൊടുക്കുക, ക്ഷമയുണ്ടാവണം. ഞാൻ എൻ്റെ സെയിൽസ് ടീമിനോടും ഞാൻ ട്രെയിനിങ് ചെയ്യുന്ന 5 ലക്ഷത്തോളം പേർക്ക് ട്രെയിനിങ് ചെയ്തിട്ടുണ്ട്, ഇവരോടൊക്കെ പറഞ്ഞൊരു വാക്ക് നിങ്ങളെയും പഠിപ്പിക്കുക. എ ലീഡ് ഈസ് ഈക്വൽ ടു പോസ്റ്റഡ് ചെക്ക്. എങ്ങനെ? എ ലീഡ് ഈസ് ഈക്വൽ ടു പോസ്റ്റഡ് ചെക്ക് എന്ന് വെച്ചാൽ, അതെ, നിങ്ങൾക്ക് ആരെങ്കിലും ഒരു പോസ്റ്റഡ് ചെക്ക് തരികയാണ്, അയാൾ പണം തരാനുണ്ടായിരുന്നു, അതിന് ഒരു പോസ്റ്റഡ് ചെക്കാണ്, നിങ്ങളത് കീറിക്കളയില്ലല്ലോ. തീർച്ചയായും ഒന്നുകിൽ അത് ബൗൺസ് ആവും, അല്ലെങ്കിൽ ക്യാഷ് നിങ്ങളുടെ കയ്യിൽ കിട്ടും എന്ന് പറഞ്ഞ പോലെയാണ്. അതൊരു പോസ്റ്റഡ് ചെക്കാണ്, അതങ്ങോട്ട് മാഞ്ഞു പോയി. ചിലർ പറയാറുണ്ട്, തല്ലിപ്പൊളി ലീഡായിരുന്നു സാറേ. അങ്ങനെ ഒരു തല്ലിപ്പൊളി ലീഡില്ല. നിങ്ങളോട് ആരെങ്കിലും ഒരു എൻക്വയറി നടത്തിയിട്ടുണ്ടെങ്കിൽ ഒന്നുകിൽ ആ ഉൽപ്പന്നമോ സർവീസോ അയാൾ വാങ്ങിയിട്ടുണ്ടാവണം, അല്ലെങ്കിൽ എന്തുകൊണ്ട് വാങ്ങിയില്ല എന്ന് തിരിച്ചറിവ് നമുക്കുണ്ടാവണം.